ഹായ് മക്കളെ, എല്ലാവർക്കും PSC മെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ BFOന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അതിൻ്റെ ഒരു സമയം കഴിയാറായിരിക്കുകയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആരും വൈകിക്കണ്ട കേട്ടോ, എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരല്ല, നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്കറിയണം. അപ്പോൾ എങ്ങനെ പഠിക്കും, അപ്പോൾ അതിന് ഞങ്ങൾക്ക് എന്ത് തരാൻ പറ്റും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ വേണ്ടി പറ്റുക, അതുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കുമ്പോൾ എന്ത് വേണം, സിലബസ് എന്താണെന്നുള്ളത് അറിയണമല്ലേ. അപ്പോൾ ആ സിലബസ് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് സാധാരണ ജനറലി എല്ലാ PSC എക്സാംസിനും ഉള്ളതുപോലെ തന്നെ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ ജോഗ്രഫി വരുന്നുണ്ട്, എക്കണോമി വരുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന പൊളിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ സിവിക്സ് വരുന്നുണ്ട്, ജീവശാസ്ത്രം ബയോളജിയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്, അത് ലൈഫ് സയൻസിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, അതുപോലെ ആനുകാലികം, കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട് അല്ലേ. പിന്നെ സാധാരണ പോലെ തന്നെ മാത്സ് 10 മാർക്കിനുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് 10 മാർക്കിനുണ്ട്, അതുപോലെ തന്നെ മലയാളം 10 മാർക്കിനുണ്ട്. ഇതിൻ്റെ കൂടെ 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പഠിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? വെറുതെ ഇങ്ങനെ സിലബസ് കിട്ടി, സിലബസിൽ ഇങ്ങനെ നീട്ടി വലിച്ചിങ്ങനെ എഴുതിയേക്കാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അപ്പോൾ ആ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ചുരുങ്ങിയൊരു ടൈമിനുള്ളിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കോടെ മുന്നിലെത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കാനുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഒരു 2021 ശേഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതെല്ലാം കമ്പൈൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ വന്ന് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ചാനലിൽ കയറിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മുടെ PSC മെൻറ്റർ ചാനലിലാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് നല്ല കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക്കുകൾ, അതായത് ഒരു ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഹോട്ട് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത് കണ്ടെത്തുന്നു, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച ഏരിയ ഏതാണ്, ഓക്കെ, അതുപോലെ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഒരു പുതിയൊരു പരിപാടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ട് ടോപ്പിക്കുകൾ ഓരോ ദിവസവും ഓരോ ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ചു പോകുക. ആ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ജോയിൻ ചെയ്തിരിക്കുക. എല്ലാ ദിവസവും കൃത്യമായി അപ് ടു ഡേറ്റ് കാര്യങ്ങൾ ചെയ്തു പോവുക. ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ വട്ടത്തെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക, ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല, ഞങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി അഥവാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. ഓക്കെ, അല്ലാതെ വെറുതെ കാർഡ് കയറി ഇരുന്നിട്ട് സിലബസിൽ തന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇരുന്ന് പഠിക്കാൻ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്തൊരു ഹോട്ട് ടോപ്പിക്കിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിലെ. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ആരൊക്കെയാണ്, എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് ഓരോ കമ്മിറ്റിയുടെ ചെയർമാൻ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുൻകാല ചോദ്യങ്ങളിലേക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. എന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓരോ പ്രാവശ്യം എത്ര ലെങ്തി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഒരു 12th ലെവൽ എക്സാമാണ്, 12th ലെവൽ എക്സാമിന് അല്ലെ 10th ലെവൽ എക്സാമിന് ഇവർ ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ വലിപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഏകദേശം നമ്മുടെ ആ നോട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോകും. ഈ നോട്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്നതാണെന്ന് പേടിക്കേണ്ട. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വന്ന് നോക്കി പഠിച്ചു പോയാൽ മാത്രം മതി. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക,
നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആദ്യം തന്നെ ആ ഷോർട്ട് നോട്ട് ഒന്ന് വായിച്ച് നോക്കുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്ത് നോക്കുക. ഒരു 10-25ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 25 40-50 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കയറി നോക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാപ്റ്റർ, ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ പഠിച്ചു, അതിനുശേഷം അതിൻ്റെ അകത്ത് നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ സെറ്റാക്കി, ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുതും. ആ ഒരു ലെവലിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോകും. ഓക്കെ, PSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും എല്ലാം കവർ ചെയ്ത് പോകുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളെല്ലാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ചാനലിൽ കൂടെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിച്ചു കഴിയും, അങ്ങനെ തന്നെ പഠിച്ച് തീർക്കും. ഇനി ബാക്കി എന്താ ഉള്ളത്? നമുക്ക് 10 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. 10 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇനി എല്ലാം കൂടിയിട്ട് ഒറ്റൊരു ദിവസം ഇരുന്നിട്ട് പഠിച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അതും നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒരു എൻഗേജിങ് ആയിട്ട് ഒരു കറണ്ട് അഫെയർ മാഗസീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നല്ല ചിത്രമൊക്കെ കൊടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഓക്കെ, ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം, ഓർമ്മ നിൽക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സ് മാഗസീൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ ചാനൽ ജോയിൻ ചെയ്യുക, കറണ്ട് അഫയേഴ്സ് മാഗസീൻ എടുക്കുക. ഇപ്പോൾ ജൂലൈയിലെ മാഗസിൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ കയറുക, ജൂലൈയിലെ മാഗസിൻ എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. എല്ലാം ഒരു 5-10 പേജിനുള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഓരോ മാസവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം തീരുമാനമായില്ലേ? ഇനി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലൂടെ ആയാലും ടെലഗ്രാം ചാനലിലൂടെ ആയാലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. PSC മെൻറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ ഓൾറെഡി നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. BFOൻ്റെ കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ മെൻറ്റർഷിപ്പോട് കൂടി ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, മെൻറ്റർഷിപ്പോട് കൂടി വളരെ കുറഞ്ഞ തുകയ്ക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി പറ്റട്ടെ, നന്നായിട്ട് പഠിച്ചിട്ട് എന്ന് ആശംസിക്കുകയാണ്. താങ്ക്